ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിച്ചൂസ് അക്കാഡമി. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDC 2024 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ 155-ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് നൽകും. ഏത് സമരത്തിന് പുറപ്പെടും മുൻപാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത്? ആൻസർ ഓപ്ഷൻ 2 ഉപ്പ് സത്യാഗ്രഹം. ആൻസർ ഓപ്ഷൻ 2 ഉപ്പ് സത്യാഗ്രഹം. 2. വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ 3 റാംസേ മക്ഡൊണാൾഡ്. ആൻസർ ഓപ്ഷൻ 3 റാംസേ മക്ഡൊണാൾഡ്. 3. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ നിർമ്മിച്ചത് ആരുടെ സ്മരണാർത്ഥമാണ്? ആൻസർ ഓപ്ഷൻ 1 സുഭാഷ് ചന്ദ്രബോസ്. ആൻസർ ഓപ്ഷൻ 1 സുഭാഷ് ചന്ദ്രബോസ്. 4-ാമത്തെ ക്വസ്റ്റ്യൻ. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ 4 ഗോപാലകൃഷ്ണ ഗോഖലെ. ആൻസർ ഓപ്ഷൻ 4 ഗോപാലകൃഷ്ണ ഗോഖലെ. 5. ഭരണഘടനയുടെ 86-ാം ഭേദഗതി പ്രകാരം മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 21A. ആൻസർ ഓപ്ഷൻ 2 21A. ക്വസ്റ്റ്യൻ നമ്പർ 6. ഭരണഘടനാ പ്രകാരം ഗവർണറുടെ അഭാവത്തിൽ ചുമതലകൾ നിർവഹിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ 3 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ആൻസർ ഓപ്ഷൻ 3 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 7th ക്വസ്റ്റ്യൻ. 1948 ഫെബ്രുവരിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഇനീഷ്യൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ 1 BN റാവു. ആൻസർ ഓപ്ഷൻ 1 BN റാവു. 8. എല്ലാ വ്യക്തികളും സമ്പന്നരും ദരിദ്രരും സ്ത്രീകളും പുരുഷന്മാരും മുന്നാക്കക്കാരും പിന്നാക്കക്കാരും ഒരേ നിയമത്തിന് വിധേയരാണ് എന്ന ആശയം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ 4 നിയമവാഴ്ച. ആൻസർ ഓപ്ഷൻ 4 നിയമവാഴ്ച. 9. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ 2 ജവഹർലാൽ നെഹ്റു. ആൻസർ ഓപ്ഷൻ 2 ജവഹർലാൽ നെഹ്റു. 10. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന തീയതി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന തീയതി ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 1919 ഏപ്രിൽ 13. ആൻസർ ഓപ്ഷൻ 3 1919 ഏപ്രിൽ 13. 11. ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്ക് ജാതിയില്ല എന്ന പ്രസ്താവന ഏത് പ്രസിദ്ധീകരണത്തിലാണ് 1916 പ്രസിദ്ധപ്പെടുത്തിയത്? ആൻസർ ഓപ്ഷൻ 1 പ്രബുദ്ധ കേരളം. ആൻസർ ഓപ്ഷൻ 1 പ്രബുദ്ധ കേരളം. 12. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ ഒരു കൊതുക് ആണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആരെ ഉദ്ദേശിച്ചാണ് ചട്ടമ്പി സ്വാമികൾ ഇപ്രകാരം പറഞ്ഞത്? ആൻസർ ഓപ്ഷൻ 4 സ്വാമി വിവേകാനന്ദൻ. ആൻസർ ഓപ്ഷൻ 4 സ്വാമി വിവേകാനന്ദൻ. 13. പഴശ്ശി കലാപങ്ങൾ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിക്കുകയും പിൽക്കാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആകുകയും ചെയ്ത വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ 2 ആർതർ വെല്ലസ്ലി. ആൻസർ ഓപ്ഷൻ 2 ആർതർ വെല്ലസ്ലി. 14. പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ ദിവാൻ. പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ ദിവാൻ.
ആൻസർ ഓപ്ഷൻ 3 സി പി രാമസ്വാമി അയ്യർ. ആൻസർ ഓപ്ഷൻ 3 സി പി രാമസ്വാമി അയ്യർ. 15 സൈനിക സിവിലിയൻ വിമാനങ്ങൾക്കായി ലക്ഷദ്വീപിലെ ഏത് ദ്വീപിലാണ് വിമാനത്താവളം സ്ഥാപിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്? ആൻസർ ഓപ്ഷൻ 1 മിനിക്കോയ്. ആൻസർ ഓപ്ഷൻ 1 മിനിക്കോയ്. 16 പശ്ചിമഘട്ടം മുറിഞ്ഞു കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല. പശ്ചിമഘട്ടം മുറിഞ്ഞു കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 പാലക്കാട് ജില്ല. ആൻസർ ഓപ്ഷൻ 4 പാലക്കാട് ജില്ല. 17 ഗവർണർ സ്ഥാനം വഹിച്ച ആദ്യ മലയാളി. ഗവർണർ സ്ഥാനം വഹിച്ച ആദ്യ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ 2 വി പി മേനോൻ. ആൻസർ ഓപ്ഷൻ 2 വി പി മേനോൻ. 18 ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ഏറ്റവും വലിയ സെറ്റിൽമെൻറ്റ് ആയിരുന്നത്. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ഏറ്റവും വലിയ സെറ്റിൽമെൻറ്റ് ആയിരുന്നത്. ആൻസർ ഓപ്ഷൻ 3 പുതുച്ചേരി. ആൻസർ ഓപ്ഷൻ 3 പുതുച്ചേരി. 19 ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ്? ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ 1 1955. ആൻസർ ഓപ്ഷൻ 1 1955. 20 ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക്-ശാലയായ വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക്-ശാല ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ 4 കർണാടകം. ആൻസർ ഓപ്ഷൻ 4 കർണാടകം. 21 പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള ഏതു പ്രശ്നത്തിലാണ് 1918 ഗാന്ധിജി ഉപവാസ സമരം നടത്തിയത്? ആൻസർ ഓപ്ഷൻ 2 അഹമ്മദാബാദ് തുണിമിൽ സമരം. ആൻസർ ഓപ്ഷൻ 2 അഹമ്മദാബാദ് തുണിമിൽ സമരം. 22 ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ വന നിയമങ്ങൾ ചുവടെ പറയുന്നവയിൽ ഏത് ഗോത്ര കലാപത്തിനാണ് കാരണമായത്? ആൻസർ ഓപ്ഷൻ 3 സന്താൾ കലാപം. ആൻസർ ഓപ്ഷൻ 3 സന്താൾ കലാപം. 23 മൊളാസിസ് തടം എന്നും അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂപ്രദേശം ഏതാണ്? മൊളാസിസ് തടം എന്നും അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂപ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 മിസോറാം. ആൻസർ ഓപ്ഷൻ 1 മിസോറാം. 24 ജുമ്മിങ് കൃഷി ചെയ്തു വരുന്ന ധാരാളം ഗോത്രവിഭാഗക്കാർ അധിവസിക്കുന്ന പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 കിഴക്കൻ കുന്നുകൾ. ആൻസർ ഓപ്ഷൻ 4 കിഴക്കൻ കുന്നുകൾ. 25 എന്തൊക്കെ ചേർന്നതാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ? എന്തൊക്കെ ചേർന്നതാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ? ആൻസർ ഓപ്ഷൻ 2 ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും. ആൻസർ ഓപ്ഷൻ 2 ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും. 26 സൈബർ ഭീകരത പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണ്? സൈബർ ഭീകരത പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 66F. ആൻസർ ഓപ്ഷൻ 3 66F. 27 ഒരു കൂട്ടം സ്വകാര്യ കമ്പ്യൂട്ടറുകൾ, സംഭരണ ഉപകരണങ്ങൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിച്ച് ഒറ്റ കമ്പ്യൂട്ടർ എന്ന നിലയിൽ പ്രവർത്തിപ്പിക്കുന്ന സംവിധാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ്. ആൻസർ ഓപ്ഷൻ 1 ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ്. 28 2024 ഫെബ്രുവരിയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സർവേ കപ്പൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 INS സന്ധ്യക്. ആൻസർ ഓപ്ഷൻ 4 INS സന്ധ്യക്. 29 സ്ഥാപിതമായതിൻ്റെ 75-ാം വാർഷികം 2024 ജനുവരിയിൽ ആഘോഷിച്ച സ്ഥാപനം ഏതാണ്?
ആൻസർ ഓപ്ഷൻ 2 സുപ്രീം കോടതി. ആൻസർ ഓപ്ഷൻ 2 സുപ്രീം കോടതി. 30 2022-23 മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ അവാർഡ് നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ 3 ശുഭ്മാൻ ഗിൽ. ആൻസർ ഓപ്ഷൻ 3 ശുഭ്മാൻ ഗിൽ. 31 കേരള സർക്കാരിൻ്റെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത് എവിടെയാണ്? കേരള സർക്കാരിൻ്റെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ 1 തിരുവനന്തപുരം. ആൻസർ ഓപ്ഷൻ 1 തിരുവനന്തപുരം. 32 75-ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ വിശിഷ്ടാതിഥി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ 4 ഇമ്മാനുവൽ മാക്രോൺ. ആൻസർ ഓപ്ഷൻ 4 ഇമ്മാനുവൽ മാക്രോൺ. 33 രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റെയിൽപാതയായ T50 എവിടെയാണ്? രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റെയിൽപാതയായ T50 എവിടെയാണ്? ആൻസർ ഓപ്ഷൻ 2 ജമ്മു കാശ്മീർ. ആൻസർ ഓപ്ഷൻ 2 ജമ്മു ആൻഡ് കാശ്മീർ. 34 പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയിൽ 100% സാച്ചുറേഷൻ നേടിയ രാജ്യത്തെ ആദ്യ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 വയനാട്. ആൻസർ ഓപ്ഷൻ 2 വയനാട്. 35 ബാഡ്മിൻ്റൺ ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യയുടെ വനിതാ ടീമിൽ അംഗമായ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ 3 ട്രീസ ജോളി. ആൻസർ ഓപ്ഷൻ 3 ട്രീസ ജോളി. 36 ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകം ഏതാണ്? ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ഒഡീസിയസ്. ആൻസർ ഓപ്ഷൻ 1 ഒഡീസിയസ്. 37 ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും ICC 1-ാം റാങ്കിൽ എത്തിയ ആദ്യ ബൗളർ ആരാണ്? ആൻസർ ഓപ്ഷൻ 4 ജസ്പ്രീത് ബുംറ. ആൻസർ ഓപ്ഷൻ 4 ജസ്പ്രീത് ബുംറ. 38 2024 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായത് ആരാണ്? 2024 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായത് ആരാണ്? ആൻസർ ഓപ്ഷൻ 2 ഖത്തർ. ആൻസർ ഓപ്ഷൻ 2 ഖത്തർ. 39 ഗ്രാൻഡ് സ്ലാം ടെന്നീസ് കിരീടം നേടുന്ന ഏറ്റവും പ്രായമേറിയ താരമായി മാറിയ ഇന്ത്യൻ കളിക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ 4 രോഹൻ ബൊപ്പണ്ണ. ആൻസർ ഓപ്ഷൻ 4 രോഹൻ ബൊപ്പണ്ണ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 40 2024 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ സിനിമാ താരം ആരാണ്? 2024 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ സിനിമാ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ 3 ചിരഞ്ജീവി. ആൻസർ ഓപ്ഷൻ 3 ചിരഞ്ജീവി. താങ്ക് യു.